الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയാണ്. ഈ ലോകത്ത് നന്മകൾ ചെയ്തുകൊണ്ട് നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. തിന്മകൾ ചെയ്തുകൊണ്ട് ഒരു ചീത്ത മനുഷ്യനായി ജീവിക്കാനും ഒരാൾക്ക് സാധിക്കും. ഈ പരീക്ഷണശാലയിൽ മനുഷ്യർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലങ്ങളാണ്. ആ കാലത്തിനിടക്കാണ് മനുഷ്യൻ ഇവിടെ ജീവിച്ചു പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരായത്താണ് ഞാൻ ഇവിടെ ഓതി വെച്ചിട്ടുള്ളത്. എന്നാൽ ദാനം നൽകുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവൻ, നന്മ കൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്യുന്നവൻ, ആ അത്തരം ആളുകൾക്ക് അല്ലാഹു എളുപ്പത്തിന്റെ വഴികൾ അങ്ങ് കാണിച്ചു കൊടുക്കും. എന്നാൽ ഒന്നും നൽകാതെ പിടിച്ചു വെക്കുന്ന, പിശുക്ക് കാണിക്കുന്ന ആളുകൾ, വസ്തന എന്നിട്ട് സ്വയം ഐശ്വര്യവാനായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ആളുകൾ, നല്ലതിനെയൊക്കെ കളവാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് പ്രയാസകരമായതിലേക്ക് നാം വഴി കാണിച്ചു കൊടുക്കും. ഇതാണ് മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം. നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ കാലമാണ്. ആയുസ് എന്ന് പറയുന്നത്
നമ്മളിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താറുണ്ട്. ഒരു പുതിയ വർഷം അല്ലെങ്കിൽ ഒരു വർഷം അങ്ങ് അവസാനിക്കുന്നു, പുതിയ വർഷത്തെ ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ ഒരുങ്ങുന്നു, പുതിയ വർഷത്തിലെ പുതിയ ചിന്തകളെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ കുറിച്ച്, കഴിഞ്ഞുപോയ എന്റെ ഒരു വർഷക്കാല ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഓരോ വർഷം ഇങ്ങനെ കഴിയുമ്പോഴും, ഓരോ ഡിസംബർ ഇങ്ങനെ കഴിയുമ്പോഴും ആളുകൾ ഇങ്ങനെ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷേ വിശ്വാസികൾ എന്ന നിലക്ക്, അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, പരലോക ജീവിതം മുഖ്യമായി കാണുന്ന വിശ്വാസികൾ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഒക്കെ നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് സംഗതികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, യഹ്റുമു മിൻ ബനി ആദമ കുല്ലു ശൈഇൻ, മനുഷ്യരുടെ എല്ലാറ്റിനും വാർദ്ധക്യം പ്രാപിക്കും. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ വയസ്സ് ഇങ്ങനെ കൂടുകയാണ്, നമ്മൾ വൃദ്ധരായി മാറുകയാണ്. യഹ്റുമു മിൻ ബനി ആദമ കുല്ലു ശൈഇൻ, മനുഷ്യരുടെ എല്ലാ കാര്യത്തിലും വാർദ്ധക്യം പ്രാപിക്കും. അല്ലെ, നമ്മുടെ ജരാനരകൾ നമുക്ക് ബാധിക്കും, നമ്മളുടെ തൊലികൾ ഇങ്ങനെ ചുക്കിച്ചൊളിഞ്ഞു വരും, വാർദ്ധക്യമാണത്. നമ്മൾ നന്നായി ഓർമ്മശക്തി ഉണ്ടായിരുന്നു, എല്ലാം ഓർത്തു വെക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോ ആ ഓർമ്മശക്തി ഓരോ വർഷം കഴിയുമ്പോഴും വാർദ്ധക്യത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോ കുറഞ്ഞു വരികയാണ്. കണ്ണിന്റെ കാഴ്ചശക്തി കുറയുകയാണ്. 2 കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും കാഴ്ചശക്തി കുറഞ്ഞു. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞരമ്പിൽ നീരിറങ്ങിയിട്ടുണ്ട്, ആ നീരൊന്ന് കുത്തിയെടുക്കണം. അങ്ങനെ മനുഷ്യന്റെ ഓരോ അവയവത്തിനും ഇങ്ങനെ വാർദ്ധക്യം പ്രാപിക്കുകയാണ്. നല്ല കേൾവിശക്തി ഉണ്ടായിരുന്നു, പ്രായത്തിൽ വാർദ്ധക്യം പ്രാപിച്ചു, കേൾക്കാൻ കഴിയുന്നില്ല. മകൻ ഗൾഫിലാണ്, ജർമ്മനിയുടെ ഏറ്റവും നല്ല കേൾവിശക്തിക്ക് ഉപയോഗിക്കുന്ന മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മെഷീൻ വെച്ചിട്ടും കേൾക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഇനി എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മനുഷ്യരെ യഹ്റുമു മിൻ ബനി ആദം, മനുഷ്യരാണോ നിങ്ങൾക്ക് എല്ലാ അവയവങ്ങൾക്കും വാർദ്ധക്യം പ്രാപിക്കും കേട്ടോ. ഓടിച്ചാടി നടന്നിരുന്നില്ലേ നിങ്ങൾ? അങ്ങനെ നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. നിങ്ങൾ കുറെ കാലം ഇരുന്ന് നിസ്കരിച്ചില്ലേ? നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയാണ്ട് വന്നു. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ അവയവങ്ങൾക്കും നിങ്ങൾക്ക് വാർദ്ധക്യം പ്രാപിക്കും. എന്നിട്ട് റസൂൽ അവിടെ നിർത്തുകയല്ല, ചിന്തിപ്പിക്കുകയാണ് നമ്മളെ. ഇല്ല ഇഫ്നത്താനി, 2 കാര്യങ്ങൾക്ക് വാർദ്ധക്യം പ്രാപിക്കുകയില്ല. എന്താണത്? അൽ ഹിർസു, ഒന്ന് നിന്റെ ആർത്തിയാണ്. മനുഷ്യന്റെ ആർത്തിക്ക് ഒരിക്കലും പ്രായം ബാധിക്കുകയില്ല. വയസ്സായി കിടക്കുകയാണെങ്കിലും, പ്രായമായി കിടക്കുകയാണെങ്കിലും, ഒരുപാട് സ്വത്തുണ്ടെങ്കിലും, ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും, അതാ തൊട്ടപ്പുറത്തൊരാൾ കഷ്ടപ്പെടുന്നുണ്ട്, തൊട്ടപ്പുറത്തൊരാൾ പ്രയാസപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നാട്ടിലൊരു പള്ളിയുണ്ട്, ആ പള്ളിന്റെ മൂത്രപ്പുരം നന്നാക്കണം, ആ പള്ളിയിൽ കുറെ ആളുകൾ വരുന്നുണ്ട്, ആ പള്ളി ഒന്ന് വിശാലാക്കണം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തരണം. സ്വത്ത് ഒരുപാടുണ്ട്, ഒരുപാട് ബാലൻസ് ഉണ്ട്, പ്രായം കുറെ ആയിട്ടുണ്ട്. പക്ഷെ അവന്റെ ആർത്തി ഉണ്ടല്ലോ, ആ ആർത്തി അവനെ അനുവദിക്കുകയില്ല. ആ ആർത്തിക്ക് ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കുകയില്ല. അമൽ, അവന്റെ ഒരുപാട് ആഗ്രഹങ്ങളാണ്, ഇനി ഒരുപാട് ആഗ്രഹങ്ങളാണ്. എല്ലാറ്റിനും വാർദ്ധക്യം പ്രാപിച്ചിട്ടുണ്ട്, പക്ഷെ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളാണ്. റസൂലുള്ളാഹി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യരെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഓരോ കൊല്ലം കലണ്ടർ ഇങ്ങനെ മാറ്റും, പുതിയ കലണ്ടർ വരും, അതിങ്ങനെ മാറ്റും. ഓരോ കഴിഞ്ഞ വർഷത്തെ കുറിച്ചുള്ള പുതിയ സംഭവങ്ങളെ കുറിച്ച് പത്രങ്ങളിൽ നമ്മൾ വായിക്കും, പുതിയ വർഷത്തെ കുറിച്ച് ആശംസകൾ നേരും, പടക്കം പൊട്ടിക്കും, അങ്ങനെയൊക്കെ പലതും നടക്കും. പക്ഷേ നമ്മള് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടത്,
നമ്മളുടെ ജീവിതത്തെ കുറിച്ചാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കുറെ ബഹളങ്ങൾക്കിടയിൽ നാളെക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്, നാളെക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഒരുപാട് ജീവിച്ചിട്ടുണ്ട്, എന്ത് കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഓരോ ആളുകളും സ്വയം ഒന്ന് ആലോചിച്ചു നോക്കട്ടെ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതം ഒരു പ്രവാസമാണ്. ഇബ്നു ഉമർ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻകബി ഫഖാല, ഇബ്നു ഉമറിന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ഈ ദുനിയാവിൽ ഒരു പ്രവാസിയെ പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. വിശ്രമിക്കാൻ വേണ്ടി ഒരു വഴിയാത്രക്കാരൻ കയറി വന്നാൽ കുറച്ച് വിശ്രമിച്ചങ്ങ് തിരിച്ചു പോകുന്നവനെ പോലെ ആയിരിക്കണം. എന്താ പ്രവാസം നമുക്കൊക്കെ അറിയാം. പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്നത് പ്രവാസത്തിന് വേണ്ടിയല്ല. ഒരാള് ഗൾഫിൽ പോയി, അയാള് ഗൾഫിൽ പോയിട്ട് കുറെ അധ്വാനിക്കുകയാണ്. അവിടെ അധ്വാനിക്കുന്ന അധ്വാനം മുഴുവനും അയാൾ അവിടെ ചെലവഴിക്കുകയാണ്. അയാൾക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും അവിടെ തിന്ന് അത് ചെലവഴിച്ച് ആഘോഷിച്ച് അവസാനം വിസന്റെ കാലാവധി കഴിയും. കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാളെ കൂടെ കയറ്റി വിടും. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു പൈസ ഇല്ല. അയാൾ അവിടെ കയറ്റി വിട്ടു, നാട്ടിലെത്തി നാട്ടുകാർക്ക് വില ഉണ്ടാവോ? അതേപോലെയാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ഗരീബാണ്, ഒരു പ്രവാസിയെ പോലെയാണ്. ഈ പ്രവാസിയായ നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുമ്പോ ഈ ദുനിയാവിലുള്ളത് തിന്നും കുടിച്ചും ആസ്വദിച്ചും മാത്രം ജീവിക്കാനുള്ളതല്ല. ഒരു പ്രവാസി ഗൾഫിൽ പോയി സമ്പാദിച്ച് തന്റെ നാട്ടിലേക്ക് അയക്കുന്നത് പോലെ ഈ ലോകമാകുന്ന പ്രവാസത്തിൽ ആഖിറത്തിലേക്ക് അയക്കാൻ നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? വേണ്ടി, നാളേക്ക് വേണ്ടി എന്ത് നമ്മൾ സമ്പാദിച്ചു എന്ന് ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കണമെന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കാലം കഴിയും, വർഷം കഴിയും, മാസം കഴിയും, നമ്മുടെ ആയുസ് എങ്ങനെ പോകും. നമ്മുടെ ശരീരത്തിൽ എല്ലാറ്റിനും വാർദ്ധക്യം ഇങ്ങനെ പിടിപെടും. റസൂലുള്ളാ പറഞ്ഞു, നമ്മൾ ഒരുപാട് ചിന്തകളുണ്ട്. ഒരു പ്രഭാതത്തെ കുറിച്ച് റസൂലുള്ളാ പറഞ്ഞു, പ്രഭാതം എന്ന് പറയുന്നത് അതൊരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. പ്രഭാതത്തെ കുറിച്ച് പറഞ്ഞെടുത്തു വരുന്നു 4 കാര്യങ്ങൾ. ഒരു 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രഭാതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി ഒരിക്കൽ പറയുകയുണ്ടായി. ആ പ്രഭാതം എന്ന് പറയുന്നത് ദുനിയാവിനെ ലക്ഷ്യം വെച്ചാണ് ഒരാളുടെ പ്രഭാതമെങ്കിൽ അവനുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പറഞ്ഞു, ഹമ്മുൻ ലാ യൻഖത്തിഉ അബദ. രാവിലെ തന്നെ എണീച്ചിട്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന അപകടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹമ്മുൻ ലാ യൻഖത്തിഉ അബദ. ഒരിക്കലും തീരാത്തൊരു ടെൻഷൻ ആയിരിക്കും അവന്. നമ്മൾ ആലോചിക്കുക, വേറൊരു ചിന്തയില്ല. രാവിലെ എണീക്കുന്നു, തന്റെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് എഴുന്നേറ്റ് രാവിലെ അങ്ങ് പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു തന്നു. അവൻ എന്നും ടെൻഷൻ ആയിരിക്കും. അങ്ങനെ ആളെ നമ്മൾ കാണാറില്ലേ? എന്നും ടെൻഷൻ. എന്താ വെച്ചാൽ ടെൻഷൻ എന്താന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. എന്നും അവന് ടെൻഷൻ ആയിരിക്കും. രണ്ടാമത്തെ പറഞ്ഞു, ഒരിക്കലും തീരാത്ത ജോലിയാണ്. ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. എന്താന്ന് വെച്ചാൽ തിരക്കാണ്. എന്താ തിരക്കെന്ന് വെച്ചാൽ അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അയാൾ ശുഗലാണ്, ജോലി തിരക്കാണ്. എല്ലാ മനുഷ്യന്മാർക്കും 24 മണിക്കൂറാണുള്ളത്, പക്ഷേ ജോലി തിരക്കാണ്. മൂന്നാമത് പറഞ്ഞു, ഒരിക്കലും ഐശ്വര്യമില്ലാത്തൊരു ദാരിദ്ര്യം. ചില ആളെ കണ്ടില്ല, ഇപ്പൊ നോക്കിയാൽ ദാരിദ്ര്യം പറയാനുണ്ടാവും. ഒരു നെനയെ കുറിച്ച്, തനിക്ക് കിട്ടിയ ഒരു ഐശ്വര്യത്തെ കുറിച്ച് അയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല.
എപ്പോഴും ദാരിദ്ര്യത്തെ കുറിച്ചാണ് അയാൾക്ക് പറയാനുള്ളത്. നാലാമതായി പറഞ്ഞു അമലുൻ ലാ യബ്ലഉ മുൻതഹാഹു അബദ, ഒരിക്കലും പൂവണിയാത്ത കുറെ സ്വപ്നങ്ങൾ മാത്രം അങ്ങനെ പറയും, അതൊരിക്കലും അതിന് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഈ അവസ്ഥ ആർക്കാണ് ഉണ്ടാകുന്നത്? ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഭൗതികമായ ചിന്തകളിൽ മാത്രം മുഴുകുന്ന ഒരാൾക്കുണ്ടാകുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ദിവസത്തെ പ്രഭാതവും, സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതാണ്. ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന റസൂലുള്ളാഹി പഠിപ്പിച്ച ആ പ്രാർത്ഥനയുമായി നമ്മളുടെ വിരിപ്പിൽ നിന്ന് നമ്മളിൽ എത്ര പേർക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ല, നമ്മളുടെ ചിന്ത മുഴുവനും ഇന്ന് എനിക്ക് ചെയ്തു തീർക്കാനുള്ള എന്റെ ജോലിയെ കുറിച്ചുള്ള ചിന്തയുമായി ചാടി എഴുന്നേറ്റതാണോ? അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ ഈ 4 വിഭാഗത്തിലും നമ്മൾ പെട്ടുപോകും. അതിനുശേഷം പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സുബൈക്ക് പള്ളിയിൽ പോകാൻ കഴിയുമെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ച് ഒരു 2 ആയത്ത് ഖുർആൻ ഓതി തിരിച്ചു വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതൊരു ദിവസമല്ല, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകേണ്ട പ്രഭാതമായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടിയാണ്. അല്ലാഹുമ്മ ബാരിക് അലാ ഉമ്മത്തി ഫീ ബുകൂരിഹാ, നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ, എന്റെ സമുദായത്തിന് നീ ബർക്കത്ത് കൊടുക്കേണ്ടത് ഫീ ബുകൂരിഹാ, പ്രഭാതത്തിലാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ആ പ്രഭാതം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലെ നടുവിലാണ് ജീവിതം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ജീവിതത്തെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ യഖുദു അന്നി ഹൗലാഇൽ കലിമ, ഈ വാക്കുകൾ എന്നിൽ നിന്ന് ആരെങ്കിലും ഏറ്റെടുക്കുമോ, ഫൽയഅമൽ ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമൽ ബിഹിന്ന, ആരെങ്കിലും ഈ വാക്കുകൾ ഒന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരി. ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊന്ന് ഇത്തഖൽ മഹാരിം, നിന്റെ ജീവിതം, ആ ജീവിതത്തിൽ ഇത്തഖി അൽ മഹാരിം, ഹറാമുകളെ കുറിച്ച് നീ വല്ലാതെ സൂക്ഷ്മത പുലർത്തണം കേട്ടോ. തകുന്ന അബദുന്നാസ്, അങ്ങനെ നീ ഹറാമുകളെ കുറിച്ച് സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ തകുൻ അബദുന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും നല്ല ആബിദായി മാറും, ഏറ്റവും നല്ല ഇബാദത്ത് എടുക്കുന്നവനായി നീ മാറും. നീ സംതൃപ്തനായി ജീവിക്കണം കേട്ടോ, സംതൃപ്തിയുള്ളവനാകണം. എന്തിനാ നിനക്ക് സംതൃപ്തി വേണ്ടത്? ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കിട്ടിയതിൽ നിനക്ക് സംതൃപ്തി വേണം. അങ്ങനെയാണെങ്കിൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനായി മാറും. നമ്മുടെ സമ്പന്നത എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അല്ലാഹ് വ്യത്യസ്തമായ രൂപത്തിലാണ് കഴിവുകൾ നൽകിയത്. ഓരോരുത്തർക്കും അല്ലാഹ് വ്യത്യസ്തമായ രൂപത്തിലാണ് സമ്പത്ത് നൽകിയത്. ഓരോരുത്തർക്കും അല്ലാഹ് വ്യത്യസ്തമായ രൂപത്തിലാണ് ആരോഗ്യവും അറിവും ഒക്കെ നൽകിയത്. അത് അല്ലാഹ് നൽകിയതാണ് എന്ന ബോധ്യത്തോടെ കൂടി നീ സംതൃപ്തി അടയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അഗ്നനാസ്, നീയാണ് ജനങ്ങളിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഈ സമ്പന്നതയാണ് ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ സമ്പന്നത നോക്കുന്നത് മറ്റൊരാളുടെ സമ്പന്നതയാണ്.
എന്റെ അയൽവാസിയുടെ സമ്പന്നത ഞാൻ നോക്കുമ്പോ എനിക്ക് സമ്പന്നത ഇല്ലാതെയായി പോകുന്നു. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നിനക്ക് അല്ലാഹ് നൽകിയിട്ടുണ്ട് കുറെയൊക്കെ, അതിൽ നീ സംതൃപ്തി അടയാൻ സാധിച്ചാൽ നീയാണ് ഏറ്റവും വലിയ സമ്പന്നൻ. മൂന്നാമതായി പഠിപ്പിക്കുന്നു, നിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നിന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നീ നന്മ ചെയ്യ്. അങ്ങനെ ചെയ്യുമ്പോ നീ മുഅ്മിനായി മാറും. നിനക്ക് ഈമാൻ ഉണ്ടാകും. നിനക്ക് ഈമാൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നന്മകൾ ചെയ്യുമ്പോഴാണ് എന്ന്. നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള ആളുകൾക്കും വേണ്ടി ഇഷ്ടപ്പെട്. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോ നിന്റെ മനസ്സിന് അസൂയ ഉണ്ടാവില്ല, നിന്റെ മനസ്സിന് വെറുപ്പുണ്ടാവില്ല, നിന്റെ മനസ്സിന് വിദ്വേഷം ഉണ്ടാവില്ല. അപ്പൊ നീ ആരായി തീരും? മുസ്ലിമൻ. അപ്പോഴാണ് നീ ഒരു മുസ്ലിമായി തീരുന്നത്. നീ അമിതമായി ഇങ്ങനെ ചിരിച്ച് ആഘോഷിക്കരുത്. അമിതമായ ചിരിയും ആഘോഷവും ഉണ്ടല്ലോ, അത് തുമീത്തുൽ ഖൽബ, അത് നിന്റെ ഹൃദയത്തെ അങ്ങ് കൊന്നുകളയും. നാളുകൾക്കൊക്കെ അമിതമായ ആഘോഷത്തിലാണ്, ജീവിതം മുഴുവൻ ആഘോഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആഘോഷം, ന്യൂ ഇയറിന്റെ ആഘോഷം, ക്രിസ്മസ് ആഘോഷം, പരിധികൾ വിട്ടുകൊണ്ടുള്ള ആഘോഷത്തിലാണ്. അഞ്ചാമത്തെ ഉപദേശമായി പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴേക്കും ദിവസങ്ങളോളമുള്ള ആഘോഷമാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇറങ്ങിയിട്ട് എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ്. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഈ ചിരിയും ആഘോഷം വേണ്ട എന്നല്ല. ആഘോഷിക്കേണ്ടിടത്ത് ആഘോഷിക്കണം, ചിരിക്കേണ്ടിടത്ത് ചിരിക്കണം. അതിനൊക്കെ പരിധിയും പരിമിതികളും നിർണയിക്കുന്നു. അള്ളാന്റെ റസൂൽ പറയുന്നു, കുറച്ച് കുറയ്ക്കണം കേട്ടോ. തുമീത്തുൽ ഖൽബ, നിന്റെ ഹൃദയം അങ്ങ് മരിച്ചു പോകും, ഹൃദയം അങ്ങ് അടഞ്ഞു പോകും. ശ്രദ്ധിക്കണം. ഈ 5 ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പഠിപ്പിച്ച ഉപദേശങ്ങളാണ്. ഇത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഉപദേശങ്ങളാണ്. ഓരോ വർഷം നമ്മളിൽ നിന്ന് കഴിയുമ്പോഴും നമ്മൾ ആലോചിക്കണം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തു നേടി, എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി, നാളേക്ക് വേണ്ടി. ആ ചിന്ത നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുമായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മൻ അശദ്ദു സറാഹൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഏറ്റവും കൂടുതൽ അട്ടഹാസം കേൾക്കുന്നത് ആരിൽ നിന്നാണ്? ഫഖാല റജുൽ, അദ്ദേഹം പറഞ്ഞു, റജുൽ, ഒരു മനുഷ്യനാണ് അട്ടഹസിക്കുക. റുസിഖ നിഅമതൻ, അയാൾക്ക് ഒരുപാട് നിഅമത്ത് ഈ ദുനിയാവിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്തആന ബിഹാ അലാ മഅസിയത്തി, ആ അനുഗ്രഹം മുഴുവനും അയാൾ ഉപയോഗിച്ചത് ദൈവനിഷേധത്തിനും അള്ളാഹനെ ധിക്കരിക്കാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെയുള്ള ആളാണ് അന്ത്യദിനത്തിൽ വല്ലാതെ വേദനിച്ച് അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും ആ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, എന്നാണ് മരണപ്പെട്ട വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിന് അള്ളാഹു ജന്നത്തും മഗ്ഫിറത്തും നൽകി അള്ളാഹുവിന്റെ ഇഷ്ടത സന്മാർക്കും ഒരുമിച്ച് കൊടുക്കണം. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ദാറുസ്സലാം അറബിക് കോളേജ് പള്ളിയിൽ വെച്ചാണ്. എല്ലാവരും ആ ജനാസയിൽ പങ്കെടുക്കണമെന്ന്
അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു സഹോദരി ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മെ സമീപിച്ചിരുന്നു. ഇന്ന് അതിന് വേണ്ടിയുള്ള കണക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഒരു 3 സെന്റ് സ്ഥലം ഒരാൾ നൽകി അതൊരു വീട് വെക്കാൻ വേണ്ടിയാണ് ആ സഹോദരി നമ്മെ സമീപിച്ചിട്ടുള്ളത്. നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഒരു വീടാണ്, ഒരു നിർത്തന കുടുംബമാണ്, പ്രയാസപ്പെടുന്ന കുടുംബമാണ്. അതുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി സഹായം നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ജുമയ്ക്ക് ശേഷമുള്ള നമ്മളുടെ കലക്ഷൻ ഈ ഒരു ആവശ്യത്തിലേക്കാണ്. എല്ലാവരും സഹകരിക്കുക. നമ്മുടെ എല്ലാ സദക്കകളും സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു മാപ്പാക്കി തരുന്നതാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم لا تجعلنا مع القوم الظالمين. اللهم لا تجعلنا فتنة للقوم الظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.